ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി കുറച്ച് നാളുകൾ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. 20ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പാഠത്തിന് പേര് കൊടുത്തിരിക്കുന്നത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. ഈ പാഠഭാഗം ഒരു കഥയാണ്. ദ സ്റ്റോറി ഈസ് അബൌട്ട് ആൻ 11-year-old ബോയ് നെയ്മഡ് മുഹമ്മദ് റിയാസ് അഹമ്മദ്. 11 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് റിയാസ് അഹമ്മദ് എന്ന ഒരു ആൺകുട്ടിയുടെ കഥയാണിത്. ഹി ഈസ് എ സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റുഡൻറ് അറ്റ് പ്രഥമിക് വിദ്യാലയ ഓഫ് അമീനാബാദ്, ലക്നൗ. Riaz, who was awarded the Sanjay Chopra Bravery Award, was in hospital for more than 3 months. He lost one of his limbs, one arm, and wrist of the other arm while saving a 4-year-old girl, Shazia. It all happened on January 16, 2003. The girl also lost one of her limbs as trans over them. Riaz's wounds have not healed fully, but his spirits are high. He aims to resume his study and become a doctor. He shows his engineering skills with electronic items at home. കഥയിലെ പ്രധാന കഥാപാത്രം മുഹമ്മദ് റിയാസ് എന്ന ഒരു ആൺകുട്ടിയാണ്. അവന് ഏകദേശം 11 വയസ്സ് പ്രായമാണ് ഉള്ളത്. ലക്നൌവിലെ അമീനാബാദ് എന്ന പ്രദേശത്തിലെ പ്രാഥമിക വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് റിയാസ്. അവൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3 മാസമായിട്ട് റിയാസ് ആശുപത്രിയിലാണ് കഴിയുന്നത്. 4 വയസ്സുള്ള ഷാസിയ എന്ന കൊച്ചു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ റിയാസിന് കൈകാലുകൾ നഷ്ടപ്പെട്ടു. മുറിവുകൾ ഭേദമായിട്ടില്ലെങ്കിലും അവന്റെ ആത്മവിശ്വാസത്തിന് കുറവില്ല. പഠനം തുടരണമെന്നും ഒരു ഡോക്ടർ ആകണമെന്നും റിയാസ് ആഗ്രഹിച്ചു. റിയാസ് ധീരതയ്ക്കുള്ള സഞ്ജയ് ചോപ്ര ബഹുമതിക്കും അർഹനായ സ്വന്തം ജീവൻ പോലും നോക്കാതെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻപോട്ട് വന്ന ഒരു കുട്ടിയുടെ കഥയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അവൻ ആ ചെറുപ്രായത്തിൽ ഏകദേശം 11 വയസ്സ് പ്രായമുള്ള അവൻ ആ ഷാസിയ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനിടയിൽ അവന് കൈകാലുകൾ നഷ്ടപ്പെടുകയൊക്കെയും ചെയ്തു. എങ്കിൽ പോലും ആ നഷ്ടപ്പെടലിനെ ഒന്നും അവൻ വകവയ്ക്കാതെ ആത്മവിശ്വാസത്തോടെ അവൻ ആ കുട്ടിയെ രക്ഷിച്ച ആ ഒരു സംതൃപ്തിയോടെ അവൻ വീണ്ടും വിദ്യാഭ്യാസം ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ അവൻ ഒരു ഡോക്ടറായി തീരുമെന്നും നമ്മുടെ മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. അപ്പം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ ആത്മവിശ്വാസവും അവൻ ആ ജീവിതത്തിൽ നേടിയെടുത്ത ആ ധൈര്യവും എല്ലാം നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, നമ്മൾ പലരും സ്വാർത്ഥന്മാരാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു സങ്കടത്തിലോ അല്ല അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിലോ നമ്മൾ കൂടെ നിൽക്കാറില്ല. പക്ഷെ ആ ഒരു ചെറു പ്രായത്തിൽ പോലും മുഹമ്മദ് റിയാസിന് തൻ്റെ സഹജീവികളോട് അല്ലെ സഹമനുഷ്യരോടുള്ള ആ സ്നേഹത്തെ കരുതലിനെ നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കും. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകേണ്ട അല്ലെങ്കിൽ ജീവിതം വരെ നഷ്ടപ്പെട്ടു പോയ ഒരു നിമിഷമാണ്. കൈകാലുകളില്ലാത്തവരുടെ അവസ്ഥ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ അതുണ്ടായിട്ട് മറ്റു ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവന് വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം കൈകാലുകൾ നഷ്ടപ്പെടുത്തിയ റിയാസിനെ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ആവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പാഠഭാഗങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പാഠഭാഗത്തും നമ്മുടെ പുസ്തകത്തിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഹമ്മദ് റിയാസിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഏതൊരു നഷ്ടപ്പെടലുണ്ടായാലും അതിനെല്ലാം ആത്മവിശ്വാസത്തോടെ പോസിറ്റീവായി കാണുകയും ചെയ്യുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മുഹമ്മദ് റിയാസിൻ്റെ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുമ്പുള്ള പറയുന്ന പോലെ തന്നെ എല്ലാം ഇനി ചെറിയ ചെറിയ പാഠഭാഗങ്ങളാണ്, ചെറു കഥകളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക, പഠിക്കുക, സമ്മറി നന്നായിട്ട് മനസ്സിലാക്കുക, എക്സാമിന് വേണ്ടി ഒരുങ്ങുക. അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.